ഇക്കൊരു ചായ, വേറെന്താ വേണ്ടിയേ? ഒരു പഴംപൊരി. ഒരു പഴംപൊരില്ലേ? റഫീഖേ, ഈ ക്ലാസ്സിലെല്ലാം വല്ലാത്ത ചടപ്പല്ലേ? സൂസൻ മേഡം കുറച്ച് ദിവസം കാണണ്ടല്ലോ. എന്തൊക്കെയാണ്, അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ നോക്കണം, വേർന്ന് ഇരിക്കണം, ഒരു എയിം വേണം. ഒരു പൊന്നു ടീച്ചർ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ? എന്താ ഈ കടലേക്ക് പോകുന്ന ഓരോരുത്തരും തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ്. അവർക്ക് വരെ ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ മാത്രമാണ്. ഞാനൊരു പൈലറ്റ് ആവണ്ട, എന്നിട്ട് ഈ കടലിന് മുകളിലൂടെ പട്ടം പറത്തും. പട്ടോ? വിമാനം. അല്ല, നിങ്ങൾക്കൊന്നും ഒരു അംബിഷൻ ഇല്ലേ? അച്ഛൻ എന്നോട് ഈ ക്യാപ്റ്റൻ ആവാനൊക്കെ പറഞ്ഞു. ഈ ഷിപ്പിൻ്റെ ഒക്കെ നല്ലതല്ലടാ. ശരിയാണല്ലോ. അടി കൂടി ഞാൻ ഓടിക്കുമ്പോൾ മോൾ കൂടി നീ പറത്തിക്കോ. അല്ല, ഈ ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഞങ്ങൾ രണ്ടാണ് ഡ്രൈവറാ, ഈയും ഡ്രൈവറായിക്കോ. ശരിയാ, നമ്മളെല്ലാവരും ഒരേ ഫീൽഡിൽ. നമ്മൾ എത്ര വലുതായാലും ഇതേ സ്ഥലത്ത് ഇവിടെ നമുക്ക് ഒന്നിച്ചിരിക്കണം. ഇപ്പം കഴിഞ്ഞ് പോണ കാര്യം അപ്പം ഉണ്ടാവണ പടയെ പറ്റിയൊക്കെ നമ്മൾ പറയും. രസമുണ്ടാ? ഞാൻ എന്നാ ബസ്സായാലോ? ബസ്സോ? ആ, ബസ് ഡ്രൈവർ. അതൊക്കെ ഒരു പണിയാണ്ടാ, നാളെ പറയാൻ പറ്റും. എന്തെങ്കിലും നോക്കൂ. ഞാനെന്ത് നോക്കാനാ? എന്നാ ട്രെയിൻ ആയിക്കോ. അതൊന്നും പറ്റൂല, റിസ്ക് ആണ്ട, വലിയ വണ്ടിയല്ലേ. എന്താണ്ട കുറേ നേരമല്ല ചിന്തിച്ചു കൂട്ടുന്നു. അല്ലാ, ഒന്നുമില്ലപ്പാ. ഉപ്പാ, ഏറ്റവും നല്ല ജോലി ഏതാ? എന്താ സംശയം? എൻ്റെ ഉപ്പാൻ്റെ ജോലി തന്നെ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. എൻ്റെ പ്രശ്നം എന്താ? ഡാ, എല്ലാ ജോലിയും നല്ലതാണ്. ശമ്പളത്തിന് വേണ്ടി മാത്രം ഈ ഒരു ജോലിയും തിരഞ്ഞെടുക്കരുത്. ഒരു എയിമില്ലപ്പാ. അണക്ക് ഓർമ്മ ഉണ്ടാ, സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി തൊപ്പിയൊക്കെ പിടിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരു പട്ടാളക്കാരനാവണമെന്ന്. ചെറുപ്പത്തിൽ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് ഈ വാശി പിടിച്ചത്. മാറ്റിവെക്കാനോ മറന്നു കളയാനോ ഉള്ളതല്ല, സ്വപ്നങ്ങൾ നേടാനുള്ളതാണ്. അപ്പോൾ ഈ പട്ടാളക്കാരനാൻ പോവാ? നെഞ്ചത്ത് വെടിയുള്ളോണ്ട് വേണോടാ? വേണം. എനിക്ക് പട്ടാളക്കാരനാവണോ അതോ പ്രവാസിയാവണോ? ഞാൻ പോകട്ടോ. എങ്ങടാ പോണേ? എന്റെ അമ്മ പട്ടാളത്ത് ചേരാൻ പോവാ. എപ്പോഴാ വന്നേ? ഇത് കുറച്ചായി. നീ പട്ടാളത്തിൽ ചേരുമ്പോൾ ഒന്ന് കേട്ടു. ആ, ഇന്ന് രാത്രി പോണം. മറ്റന്നാൾ രാവിലെ എത്തിയാ ഒന്ന് ഫ്രഷ് ആവാൻ മാത്രമേ സമയം കിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ പ്രശ്നമാണെന്നല്ലേ കേൾക്കണ്? എന്നെ ഇപ്പം എന്തായാലും കൊല്ലാനൊന്നും കൊടുക്കൂല. ഇജ്ജ് എന്തായാലും ചെല്ല്, ഒന്ന് മേലെ കഴിക്കണം. ഇതാക്ക
ഈ ആ മോമൻ്റെ മോനല്ലേ റഫീഖ് മുഹമ്മദ്. എൻ്റെ ആ പട്ടാളപ്പൊക്കെ എന്തായി? ചിലതൊക്കെ നേടാൻ ചിലരെയൊക്കെ നന്നായി വിഷമിപ്പിക്കേണ്ടി വരും. തോറ്റു കൊടുക്കരുത് നമ്മളൊന്നിനോട്. എൻ്റെ മനസ്സ്, എൻ്റെ ചെറിയ ആക്ഷൻസ് എല്ലാം നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക. വിത്ത് പവർ ഓഫ് അല്ലാഹ് യു ക്യാൻ ഡു ഇറ്റ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. മോനൊന്നും പറഞ്ഞില്ല. പട്ടാളത്തിൽ തന്നെയാണ് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് ലൈഫ്?